നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.97% വിജയശതമാനം. വിജയശതമാനത്തിൽ മുൻ വർഷത്തേതിൽ നിന്നും നേരിയ വർധന. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. 30,563 കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും A+. ആംബുലൻസിന്റെ ബീക്കൺ ലൈറ്റിനടിയിൽ ഒളിപ്പിച്ച രാസലഹരി കടത്ത്. തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തി വാണിയമ്പാറയിൽ നിന്നും ആംബുലൻസിൽ കടത്തുകയായിരുന്ന MDMA പിടികൂടി. വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളായ ഫെയ്ത്തും സന്ദീപും സഞ്ചരിച്ചിരുന്ന ഷാരോൺ എന്ന പേരിലുള്ള ആംബുലൻസിൽ നിന്നാണ് മാരക മയക്കുമരുന്ന് പിടികൂടിയത്. തിരുവനന്തപുരത്ത് SFI-KSU സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടികളിൽ പ്രതിഷേധിച്ച് SFI തൃശൂരിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലും സ്വകാര്യ ബസ്സിലും ഇടിച്ച് 3 പേർക്ക് പരിക്ക്. കാറിലെ യാത്രക്കാരും നന്നമുക്ക് സ്വദേശികളുമായ കുഞ്ഞത്ത് വീട്ടിൽ 19 വയസ്സുള്ള ശ്രീജീവ്, 65 വയസ്സുള്ള പത്മനാഭൻ എന്നിവർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർ ചാലിശ്ശേരി സ്വദേശി കുന്നത്തുവളപ്പിൽ 34 വയസ്സുള്ള ജിതിനുമാണ് അപകടത്തിൽ പരിക്കേറ്റത്. കാർ ഓടിച്ചിരുന്നയാൾ അബദ്ധത്തിൽ ബ്രേക്കിന് പകരം ആക്സിലറേറ്റർ ഉപയോഗിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.97% വിജയശതമാനം. വിജയശതമാനത്തിൽ മുൻ വർഷത്തേതിൽ നിന്ന് നേരിയ വർധനയുണ്ട്. 30,563 കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും A+ ഉണ്ട്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 1990 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,72,423 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,09,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 2,09,398 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. 0.16% കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് +2വിൽ കൂടുതലുള്ള വിജയം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണിത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1996 സ്കൂളുകളിൽ 3,72,423 പേർ പരീക്ഷ എഴുതി. ഇതിൽ 2,90,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 68.41% ആൺകുട്ടികളാണ് പരീക്ഷ എഴുതിയത്. 86.89% പെൺകുട്ടികളും പരീക്ഷ എഴുതി. സയൻസ് ഗ്രൂപ്പ് 84.55%, ഹ്യൂമാനിറ്റീസ് 66.38%, കൊമേഴ്സ് 74.74% എന്നിങ്ങനെയാണ് വിജയം. സർക്കാർ സ്കൂൾ വിജയശതമാനം 72.66 ആണ്. എയ്ഡഡ് സ്കൂളുകളുടെ വിജയശതമാനം 82.82 ആണ്. 78.18% അൺഎയ്ഡഡ് സ്കൂളുകളുടെ വിജയം. 85.67% സ്പെഷ്യൽ സ്കൂൾ വിജയം. 30,561 വിദ്യാർത്ഥികൾ ഫുൾ A+ നേടി. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണിത്. ടെക്നിക്കൽ ഫലം 72.82%. 50 പേർക്ക് ഫുൾ A+ ലഭിച്ചു. വിജയശതമാനം കൂടുതൽ ഇടുക്കി ജില്ലയിലാണ്. 84.64%. ഏറ്റവും കുറവ് വിജയശതമാനം കാസർഗോഡ് ജില്ലയിലാണ്. 71.72%. 76 സ്കൂളുകൾ 100% വിജയം നേടി. ഇതിൽ 9 സർക്കാർ സ്കൂളുകളുണ്ട്. മലപ്പുറത്താണ് കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത്. 60 പേർക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചു. ഇതിൽ 50 പെൺകുട്ടികളും 10 ആൺകുട്ടികളുമാണുള്ളത്. കഴിഞ്ഞ വർഷം 41 പേരായിരുന്നു മുഴുവൻ മാർക്ക് നേടിയത്. ഏറ്റവും കൂടുതൽ A+ നേടിയത് മലപ്പുറം ജില്ലയിലാണ്. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെയാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കുകയെന്ന് മന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റിലെ PRD ചേംബറിൽ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനാണ് പ്രഖ്യാപനം നടത്തിയത്. 77.97%. മുൻ വർഷം ഇത് 77.81% അപ്പോൾ ഒരു 0.16% ഇത്തവണ കൂടുതലാണ്. ഇതിൽ ആൺകുട്ടികൾ വിജയശതമാനം 68.41, പെൺകുട്ടികൾ വിജയശതമാനം 86.89. അപ്പോൾ പെൺകുട്ടികളുടെ വിജയശതമാനം ആൺകുട്ടികളെക്കാൾ വളരെ മുന്നിലാണ്.
4.25 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തി വാണിയാമ്പാറയിൽ നിന്നും ആംബുലൻസിൽ കടത്തുകയായിരുന്ന MDMA പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് രാസലഹരി കണ്ടെത്തിയത്. തൃശൂർ ഡിസ്ട്രിക്ട് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും ഹൈവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 250 ഗ്രാമിലധികം MDMA പിടികൂടിയത്. വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളായ ഫെയ്ത്തും സന്ദീപും സഞ്ചരിച്ചിരുന്ന ഷാരോൺ എന്ന പേരിലുള്ള ആംബുലൻസിൽ നിന്നാണ് മാരക മയക്കുമരുന്നായ MDMA കണ്ടെത്തിയത്. സംഘം ബാംഗ്ലൂരിൽ നിന്നും വരുന്നതിനിടയിൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ പരിശോധനയ്ക്കൊടുവിൽ പ്രതികളെ വലയിലാക്കുകയായിരുന്നു. അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനായി ആംബുലൻസിലെ ബീക്കൺ ലൈറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി മരുന്ന്. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരത്ത് SFI KSU സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടികളിൽ പ്രതിഷേധിച്ച് SFI തൃശൂരിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. SFI സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി തൃശൂരിൽ സിറ്റി കമ്മീഷണർ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നാണ് 100-ലധികം പ്രവർത്തകർ അണിനിരന്ന പ്രകടനം ആരംഭിച്ചത്. പഴയ പട്ടാളം റോഡിന് സമീപം പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും സംഘർഷാവസ്ഥയുമുണ്ടായി. ജലപീരങ്കി ഉപയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ തയ്യാറായില്ല. ഉച്ചത്തിലുള്ള മുദ്രാവാക്യം വിളികളുമായി SFI പ്രവർത്തകർ സ്ഥലത്ത് നിലയുറപ്പിച്ചു. പോലീസും സംയമനം പാലിച്ചാണ് നിലയുറപ്പിച്ചത്. വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹത്തെ മേഖലയിൽ വിന്യസിച്ചിരുന്നു. തൃശൂർ CMS സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. ദേശീയതലത്തിൽ ഉയർന്ന നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അനാസ്ഥയ്ക്കെതിരെയും മാർച്ചിൽ പ്രതിഷേധമുയർന്നു. സർക്കാർ മാറിയ സാഹചര്യത്തിൽ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന് സ്ഥലം മാറ്റം. പുതിയ നിയമനം വരുന്നതുവരെ കളക്ടർക്കായിരിക്കും ചുമതല. 31-ന് ചുമതല മാറും. പൊതുഭരണ വിഭാഗത്തിൽ അണ്ടർ സെക്രട്ടറിയായിരുന്ന അരുൺകുമാർ കഴിഞ്ഞ വർഷം മെയ് 31-ന് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായത്. ആ വകുപ്പിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് 26-ന് ചേർന്ന ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യോഗം അരുൺകുമാറിന് 2 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ സർക്കാരിനോട് ശുപാർശ നൽകിയിരുന്നു. അതുപ്രകാരം കാലാവധി നീട്ടിക്കൊണ്ട് ഇടതു സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ പഴയ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി കൃത്യം 1 വർഷത്തെ കാലാവധി മാത്രമാണ് അരുൺകുമാറിന് ലഭിച്ചത്. മണിക്കൂറുകൾ വരി നിൽക്കാതെ ഭക്തർക്ക് ക്ഷേത്രത്തിൽ കയറാവുന്ന ഫേസ് ആപ്പ്, ക്ഷേത്രത്തിൽ എല്ലാ ജീവനക്കാർക്കും ഫേസ് പഞ്ചിംഗ്, ഡിജിറ്റൽ ലോക്കർ, പുതിയ മാസ്റ്റർ പ്ലാൻ തുടങ്ങിയവയുടെ ആസൂത്രണങ്ങൾ നടത്തിവരികയായിരുന്നു. ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പ്രാർത്ഥനയിൽ അലിഞ്ഞ വിശ്വാസ ലക്ഷങ്ങൾ. പാപമോചന പ്രാർത്ഥനകളിൽ വിങ്ങിപ്പൊട്ടി വിശ്വാസികൾ സൂര്യാസ്തമനം വരെ അറഫയിൽ തുടരും. വ്യാഴാഴ്ചയാണ് ബലിപെരുന്നാൾ ആഘോഷം. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള 18 ലക്ഷത്തിലധികം ഹജ്ജ് തീർത്ഥാടകരാണ് ഇന്ന് അറഫ മൈതാനിയിൽ സംഗമിക്കുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്ത് ധ്വനികളാൽ ആത്മീയ സാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് വിശ്വാസികളുടെ മഹാപ്രവാഹം. സൂര്യാസ്തമയത്തിനു ശേഷം ഹാജിമാർ മുസ്തലിഫയിലേക്ക് നീങ്ങും. ഇന്ന് രാത്രി മുസ്തലിഫയിലാണ് തീർത്ഥാടകർ കഴിയുക. ബുധനാഴ്ച രാവിലെ മുതൽ ജംറകളിൽ പിശാചിന്റെ പ്രതീകങ്ങൾക്ക് നേരെയുള്ള കല്ലേറുകർമ്മം ആരംഭിക്കും. കല്ലേറുകർമ്മം, ബലികർമ്മം, തലമുടി മുറിക്കൽ, കഅബയെ വലം വയ്ക്കൽ തുടങ്ങിയ ചടങ്ങുകൾ നാളെ മുതൽ ആരംഭിക്കും. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി ജംറ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതോടെ വിശുദ്ധ ഹജ്ജ് തീർത്ഥാടനത്തിന് പരിസമാപ്തിയാകും. ഒമാൻ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ബുധനാഴ്ചയാണ്. അതേസമയം മാസപ്പിറവി കാണാത്തതിനെ തുടർന്ന് കേരളത്തിൽ വ്യാഴാഴ്ചയാണ് വലിയ പെരുന്നാൾ ആഘോഷം. ഇത്തവണ പെരുന്നാളിന് സംസ്ഥാന സർക്കാർ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേലൂരിൽ വീടുകളിൽ നിന്നും പാത്രങ്ങൾ മോഷ്ടിക്കുന്നത് പതിവാകുന്നു. വെങ്കിലശ്ശേരി പഴയങ്ങാടി പള്ളിയുടെ പരിസരത്തുള്ള വീടുകളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസത്തെ രാത്രിയിൽ പാത്രങ്ങൾ മോഷണം പോയത്. വീടിന് പുറകിലെ ചായ്പുകളിൽ വെച്ചിരുന്ന വലിയ ചെമ്പു പാത്രങ്ങളാണ് മോഷ്ടിച്ചത്. ഒരക്കേങ്കിൽ പ്രിൻസ്,
പൊറത്തൂർ ജോസ്, പൊറത്തൂർ ഫ്രാൻസിസ് എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത്. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മുമ്പും സമാനമായ രീതിയിൽ മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനു പുറമെ വീടുകളിൽ നിന്നും അടയ്ക്ക, റബ്ബർ ഷീറ്റുകൾ, മോട്ടോർ പമ്പ് സെറ്റുകൾ എന്നിവ മോഷണം പോകുന്നതും പതിവായിരിക്കുകയാണ്. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലും സ്വകാര്യ ബസ്സിലും ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാറിലെ യാത്രക്കാരും നന്നമുക്ക് സ്വദേശികളുമായ കുഞ്ഞത്ത് വീട്ടിൽ 19 വയസ്സുള്ള ശ്രീജീവ്, 65 വയസ്സുള്ള പത്മനാഭൻ എന്നിവർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർ ചാലിശ്ശേരി സ്വദേശി കുന്നത്ത് വളപ്പിൽ 34 വയസ്സുള്ള ജിതിനുമാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 6:30യോടെയാണ് അപകടം സംഭവിച്ചത്. ഗുരുവായൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും തുടർന്ന് മലായ ജംഗ്ഷനിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിന് പുറകിലും ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ശ്രീ അയ്യപ്പൻ എന്ന ബസ്സിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കാർ ഓടിച്ചുകൊണ്ടിരിക്കെ ബ്രേക്ക് ചവിട്ടുന്നതിനു പകരം അബദ്ധത്തിൽ ആക്സിലറേറ്റർ ചവിട്ടിയതാണ് വാഹനം നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടാൻ കാരണമായതെന്ന് പറയുന്നു. അപകടം നടന്നയുടൻ തന്നെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ബസിന്റെ പിൻഭാഗവും ഭാഗികമായി തകരുകയും കാറിന്റെ മുൻവശം പൂർണ്ണമായും തകരുകയും ചെയ്തു. അപകടത്തെ തുടർന്ന് മേഖലയിൽ കുറച്ചു സമയത്തേക്ക് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. സ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മോദിയുടെ ഭരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ധന വില വർധനയ്ക്കെതിരെ പൂവത്തൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 ദിവസത്തിനുള്ളിൽ 4 തവണ ഇന്ധനവില കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയ മോദി സർക്കാർ കോർപ്പറേറ്റ് ഭീമന്മാരായ അദാനി അംബാനിമാർക്കു വേണ്ടി മാത്രം ഭരണം നടത്തുന്നവരായി മാറി. ഇന്ധനവില ലിറ്ററിന് 50 രൂപയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവർ ഇന്ന് ദിനംപ്രതി ഇന്ധനവില വർദ്ധിപ്പിച്ച് ലിറ്ററിന് 115 രൂപയിലേക്ക് എത്തിച്ചു. 10 ദിവസത്തിനുള്ളിൽ 8 രൂപയോളമാണ് വില വർദ്ധിപ്പിച്ചതെന്നും TN പ്രതാപൻ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ KK ബാബു, PK രാജൻ, AT സ്റ്റീഫൻ മാസ്റ്റർ, സിജു പാവർട്ടി, പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ, കോൺഗ്രസ് നേതാക്കളായ അപ്പു ആളൂർ, മീര ജോസ്, NA നൌഷാദ്, P ബാലചന്ദ്രൻ, ജെയ്സൺ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ പ്രസാദ് വാഗ, ജെറോം ബാബു, BV ജോയ്, ഷാജു തരകൻ, ധനേഷ് ചുള്ളിക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ ഡിവൈഎഫ്ഐ കുണ്ടന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ചുങ്കം സെന്ററിൽ നടന്ന പ്രതിഷേധം CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M നന്ദീഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കുണ്ടന്നൂർ മേഖലാ പ്രസിഡന്റ് അശ്വിൻ US അധ്യക്ഷനായ യോഗത്തിൽ മേഖലാ സെക്രട്ടറി R മിഥുൻലാൽ സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി E ആര്യ നന്ദിയും പറഞ്ഞു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സനോജ്, ജിതിൻ, സുരഭി, ഷാഫിഖ്, നവീൻ എന്നിവർ നേതൃത്വം നൽകി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ ജില്ലാതല ദ്വിദിന ബാലയരങ്ങ് ക്യാമ്പിന് കേച്ചേരിയിൽ തുടക്കമായി. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ ചിത്രരചന, സംഗീതം, അഭിനയം, നൃത്തം, സിനിമ, സാഹിത്യം, നാടൻപാട്ട് എന്നിങ്ങനെ വിവിധ മേഖലകളിലായാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. സംസ്ഥാന ബാലയരങ്ങ് ചെയർമാൻ കലാമണ്ഡലം സത്യവ്രതൻ മാസ്റ്റർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നന്മ ജില്ലാ പ്രസിഡന്റ് മനോമോഹനൻ അധ്യക്ഷനായി. ക്യാമ്പ് ഡയറക്ടർ TV ബാലകൃഷ്ണൻ മാസ്റ്റർ ക്യാമ്പിന്റെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് മുഖ്യാതിഥിയായി. നന്മ സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ രവി കേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം ഷെയ്സ്ന ജിംഷാദ്, സംസ്ഥാന മീഡിയ കൺവീനർ പ്രദീപ് ഗോപാൽ, ക്യാമ്പ് കൺവീനർ കൃഷ്ണൻ ഉണ്ണി എന്നിവർ സംസാരിച്ചു. ID രഞ്ജിത്ത്, PS ചന്ദ്രമതി, പ്രതിമ, പ്രസന്ന ഉണ്ണി, സുരേഷ് ബാബു മാസ്റ്റർ, ഇന്ദു ടീച്ചർ, KU ഹരിദാസ്, ലത ഗുരുവായൂർ, കലാമണ്ഡലം റോജ, ഷീജ വിഷ്ണു എന്നിവരാണ് ക്യാമ്പിൽ ക്ലാസുകൾ നയിക്കുന്നത്. TA വേലായുധൻ, PK ഉണ്ണികൃഷ്ണൻ, VV വേണുഗോപാലൻ, MT പോൾസൺ, ബാലകൃഷ്ണൻ നീണ്ടൂർ, JT ഊക്കൻ, PR ജയൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഞമനേങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പുലർച്ചെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, നവക പഞ്ചഗവ്യ കലശാഭിഷേകം, തന്ത്രിപൂജ തുടങ്ങി വിശേഷാൽ പൂജകൾ ഉണ്ടായിരുന്നു. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കൽ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേശത്തിന്റെ ഐശ്വര്യത്തിനായി രാവിലെ 9 നടത്തിയ സർവൈശ്വര്യ പൂജയ്ക്ക്
കപ്പിയൂർമന ഗിരീശൻ നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി. തുടർന്ന് 11:30 ആരംഭിച്ച പ്രസാദഊട്ടിൽ ജാതി മത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. വൈകിട്ട് ദീപാരാധനയെ തുടർന്ന് കളം കൂറയിടൽ, കളംപാട്ട്, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. കുന്നംകുളം യൂണിറ്റി ആശുപത്രി സ്ഥാപകനും പ്രമുഖ സർജനുമായ ഡോക്ടർ RM വർമ്മ എന്ന രവിവർമ്മ മോഹനവർമ്മയുടെ അപ്രതീക്ഷിത വേർപാടിൽ കുന്നംകുളം പൗരാവലി അനുശോചിച്ചു. യൂണിറ്റി ആശുപത്രിയിലെ RM വർമ്മ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നടന്ന അനുശോചന യോഗത്തിൽ കുന്നംകുളത്തിന്റെ വ്യത്യസ്ത മേഖലയിലുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, നഗരസഭാ കൌൺസിലർ KP മിനി, യൂണിറ്റി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ PN വിജയകുമാർ, സ്ഥാപക ഡയറക്ടർ ഡോക്ടർ ആന്റണി, മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ, ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, CMP ജില്ലാ സെക്രട്ടറി ജയ്സിംഗ് കൃഷ്ണൻ, കുന്നംകുളം പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ, ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം, കോവിലൻ ട്രസ്റ്റ് സെക്രട്ടറി AD ആൻഡു മാസ്റ്റർ, കുന്നംകുളം ഫയർ സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, യൂണിറ്റി ആശുപത്രി ഡയറക്ടർ രാമദാസ്, ഗുരുവായൂർ ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KP കരുണാകരൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KA അസി, ഡോക്ടർ PC അഖിൽ, സരിത സ്റ്റുഡിയോ മാനേജിംഗ് പാർട്ണർ ശോഭ സുരേന്ദ്രൻ, BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, ആശുപത്രി മുൻ അഡ്മിനിസ്ട്രേറ്റർ തിലകം രാമകൃഷ്ണൻ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോഷി തോമസ് എന്നിവർ സംസാരിച്ചു. ആശുപത്രിയിലെ ഡോക്ടർമാർ, നഴ്സിംഗ് സ്റ്റാഫ്, മറ്റ് ജീവനക്കാർ തുടങ്ങിയവരും വർമ്മ ഡോക്ടറുമായി ആത്മബന്ധം പുലർത്തിയിരുന്നവരും അനുശോചന യോഗത്തിൽ സംബന്ധിച്ചു. എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:45 ഡോക്ടർ വർമ്മയുടെ ദേഹവിയോഗമുണ്ടായത്. രാസവള വിലവർദ്ധനവ്, രാസവളങ്ങളുടെ ലഭ്യതക്കുറവ് എന്നിങ്ങനെയുള്ള കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടിക്കെതിരെ കർഷക സംഘം ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രകടനവും ധർണയും നടത്തി. ചാവക്കാട് ഇമ്പിച്ചിക്കോയ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AD ധനീബ്, അബ്ദുൾ കരീം, VV ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി അബ്ബാസ് മാലിക്കുളം സ്വാഗതവും ഏരിയ ജോയിന്റ് സെക്രട്ടറി PK രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. കുന്നംകുളം നഗരസഭയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ലക്ഷ്യമിട്ടുള്ള സമഗ്ര പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. അമൃത് പദ്ധതിയുടെ ഭാഗമായി വെള്ളിയാങ്കല്ലിൽ നിന്നും തൃത്താല പമ്പ് ഹൗസിലേക്ക് വെള്ളം എത്തിച്ച് അവിടെയുള്ള ശുദ്ധീകരണശാല വഴി നഗരസഭയിലേക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. 40 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇതിനായി നഗരസഭ നടപ്പിലാക്കുന്നത്. തൃത്താല ശുദ്ധീകരണ പ്ലാന്റിനായി 20 കോടി രൂപ അനുവദിക്കുകയും നഗരസഭയിലെ വിവിധ വാർഡുകളിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും ചെയ്തു. കുറുക്കൻപാറയിൽ 10 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പുതിയ ടാങ്കിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ്. 3 മാസത്തിനുള്ളിൽ ഇതിന്റെ പ്രവർത്തനം പൂർത്തിയാകും. അനുവദിച്ച തുക ഉപയോഗിച്ച് പൈപ്പുകളില്ലാത്ത പ്രദേശങ്ങളിൽ പുതിയ കണക്ഷനുകൾ നൽകുന്നു. സംസ്ഥാന സർക്കാർ അനുവദിച്ച 5 കോടി രൂപ ഉപയോഗിച്ച് നഗരസഭയിലെ പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട്. YMCA ടാങ്ക്, തൃശൂർ റോഡിലെ 2 ടാങ്കുകൾ, നിർമ്മാണം പൂർത്തിയാകുന്ന കുറുക്കൻപാറ ടാങ്ക് എന്നിവയിലൂടെ നഗരസഭയുടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കാൻ സാധിക്കും. പാറയമ്പാടത്തു നിന്നും അയ്യപ്പത്ത് റോഡ് വഴി അടുപ്പൂട്ടിയിലേക്ക് പൈപ്പ് ലൈൻ എത്തിച്ച് പുതിയ ടാങ്ക് നിർമ്മിക്കുന്നതാണ് അടുത്ത ഘട്ടത്തിൽ നടപ്പിലാക്കുക. കുറുക്കൻപാറയിൽ നടക്കുന്ന പദ്ധതിയുടെ പുരോഗതി ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, കൌൺസിലർമാരായ രുദ്ര രജീഷ്, PV രഞ്ജിത്ത് എന്നിവർ സന്ദർശിച്ച് വിലയിരുത്തി. ഈ പദ്ധതികളിലൂടെ കുന്നംകുളത്തെ കുടിവെള്ള പ്രശ്നത്തിന് വരും നാളുകളിൽ വലിയൊരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ. ഈ ഒരു പദ്ധതി പൂർത്തിയാവുന്നതോടെ നഗരസഭയുടെ പകുതിയിലധികം വാർഡുകളിലുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ള വാർഡുകൾക്കും കൂടി
പുതിയ പൈപ്പുകൾ ഇടുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൂടി നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പോൾ നമ്മൾ ഏകദേശം 350 mm പുതിയ പൈപ്പുകൾ ഇട്ടിരിക്കുകയാണ്. കുറുക്കമ്പാറയിലാണ്. ആ പൈപ്പുകൾ ഇടുന്നതിന് അവിടുത്തെ കുറുക്കമ്പാറയിലുള്ള കരിങ്കൽ തൊഴിലാളി സഹോദരങ്ങൾ ഉൾപ്പെടെ വലിയ സഹായമാണ്. അവരുടെ പണിസ്ഥലമാണ്. അതെല്ലാം മാറ്റിക്കൊണ്ട് വലിയ സഹകരണത്തോടെയാണ് പുതിയ പൈപ്പുകൾ ഇടുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പദ്ധതി പൂർത്തിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഗരസഭയുടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് വലിയ നിലയിൽ ശാശ്വത പരിഹാരം കണ്ടെത്താനാവുമെന്നാണ് നഗരസഭ. തയ്യൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 1978-79 കാലഘട്ടത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നടന്ന സംഗമം അംബിക ഉദ്ഘാടനം ചെയ്തു. KV ബാബു അധ്യക്ഷത വഹിച്ചു. ജനാർദ്ദനൻ, അംബിക, ബാബു, കരുണൻ, ഷൺമുഖൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. കർഷകരെ ദുരിതത്തിലാഴ്ത്തുന്ന രാസവള വില വർധനവ് പിൻവലിക്കുക, കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നിലപാടുകൾക്കെതിരെ പോരാടുക എന്നീ മുദ്രാവാക്യം ഉയർത്തി കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. PK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ഗുരുവായൂർ റോഡിൽ സമാപിച്ചു. തുടർന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPIM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് AJ സ്റ്റാൻലി അധ്യക്ഷനായി. കർഷക സംഘം ഏരിയ സെക്രട്ടറി KB ജയൻ, ട്രഷറർ M പീതാംബരൻ, പത്മം വേണുഗോപാൽ, MV പ്രശാന്ത്, KF ഡേവിസ്, KK സതീശൻ, സന്ദീപ് കേച്ചേരി, TA ഫൈസൽ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കുമെന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 10:30 കുന്നംകുളം MLA AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ ആലത്തൂർ MP K രാധാകൃഷ്ണൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ബാങ്ക് ലോക്കറിന്റെയും കേരള ബാങ്ക് ഭരണസമിതി അംഗം M ബാലാജി ബാങ്ക് കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. ചലച്ചിത്ര ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും. 4 കോടി രൂപ ചെലവഴിച്ച് 12,000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള ആസ്ഥാന മന്ദിരത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വിപുലമായ പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. 1-ാം നിലയിൽ ബാങ്കിംഗ് സംവിധാനവും 2-ാം നിലയിൽ വിശാലമായ കോൺഫറൻസ് ഹാളുമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. വർഷങ്ങളായി കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്ക് 2006-ലാണ് CPM പിടിച്ചെടുത്തത്. കോൺഗ്രസ് ഭരണത്തിൽ 6 കോടി നിക്ഷേപവും 2.22 കോടി രൂപ വായ്പയും 80 ലക്ഷം രൂപ അറ്റനഷ്ടവുമായി C ക്ലാസ് കാറ്റഗറിയിലാണ് ബാങ്ക് പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് 70 കോടി രൂപ നിക്ഷേപവും 50 കോടി രൂപ വായ്പ നൽകുകയും ചെയ്തിട്ടുള്ള ബാങ്ക് ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിലാണ് പ്രവർത്തിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം, ഭരണസമിതി അംഗം VG ബിജു, സെക്രട്ടറി C ബീന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുന്നയൂർ കുരഞ്ഞിയൂർ GLP സ്കൂളിൽ LPSA പാർട്ട് ടൈം അറബിക് എന്നീ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് 27 ബുധനാഴ്ച രാവിലെ 10:30 അസൽ സർട്ടിഫിക്കറ്റുകളുമായി LPSA ഇന്റർവ്യൂവിനായും ഉച്ചയ്ക്ക് 2:30 അറബിക് പാർട്ട് ടൈം പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂവിനായും എത്തിച്ചേരേണ്ടതാണ്. സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും കൊണ്ടുവരണമെന്നും കേടെക് നിർബന്ധമാണെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. PSC ലിസ്റ്റിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും. കുന്നംകുളം തെക്കേ അങ്ങാടി സെന്റ് മത്യാസ് പള്ളിയിൽ കുടുംബ സംഗമവും വികാരി ഫാദർ ഗീവർഗീസ് തോലത്തിന് യാത്രയയപ്പും നടന്നു. വികാരി ഗീവർഗീസ് തോലത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം ഇടവകാംഗം കൂടിയായ ഫാദർ ഗീവർഗീസ് ജോൺസൺ നിർവഹിച്ചു. തുടർന്ന് കുടുംബദിന സന്ദേശം നൽകി. ആത്മീയ സംഘടനകളുടെ റിപ്പോർട്ട് അവതരണവും മർത്താമറിയ വനിതാ സമാജ പ്രവർത്തകരുടെ സമ്മാനദാനവും നടന്നു. ഇടവകയിലെ മർത്താമറിയം വനിതാ സമാജാംഗം ലില്ലി പീറ്റർ എഴുതി തയ്യാറാക്കിയ ബൈബിൾ ഫാദർ ഗീവർഗീസ് ജോൺസൺ ഇടവക വികാരി ഗീവർഗീസ് തോലത്തിന് കൈമാറി. തുടർന്ന് ഫാദർ ഇയോബ് OIC പ്രകാശനം നടത്തി. ജൂൺ 1 മുതൽ മറ്റൊരു ദേവാലയത്തിലേക്ക് മാറിപ്പോകുന്ന ഇടവക വികാരി ഫാദർ ഗീവർഗീസ് തോലത്തിന് ഫാദർ ഗീവർഗീസ് ജോൺസൺ, ഫാദർ ഇയോബ് OIC, കൈസ്ഥാനി ലിജുസി ഇട്ടൂപ്പ്, സെക്രട്ടറി ബിനുരാജൻ MU, ആത്മീയ സംഘടനാ ഭാരവാഹികൾ, നവദേവാലയവും അനുബന്ധ നിർമ്മാണത്തിന്റെയും എഞ്ചിനീയർ കൂടിയായ
സാംസി തോമസ്, മുൻ സെക്രട്ടറി ജോബിൻസ് പീറ്റർ, മറ്റ് ഇടവകാംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. തുടർന്ന് ഇടവകയുടെ സ്നേഹോപഹാരം കൈസ്ഥാനി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് വികാരിക്ക് സമ്മാനിച്ചു. ആത്മീയ സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരും പെരുന്നാൾ ഫ്രണ്ട്സ് കമ്മിറ്റിയും പാരിതോഷികങ്ങൾ നൽകി. തുടർന്ന് ഫാദർ ഗീവർഗീസ് തോലത്ത് മറുപടി പ്രസംഗം നടത്തി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ യജുർവേദ ലക്ഷാർച്ചനയ്ക്ക് സമാപനമായി. പ്രതിഷ്ഠാ ദിനത്തിന് മുന്നോടിയായി നടന്ന ലക്ഷാർച്ചനയ്ക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, ആമല്ലൂർ നാരായണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി വിശേഷാൽ കളഭാഭിഷേകമുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദകൂട്ടും ഒരുക്കിയിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ കെ ഭാസ്കരക്കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകി. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിനൊപ്പം ഫുട്ബോൾ ദിനാഘോഷവും മരത്തങ്കോട് CR7 സ്പോർട്സ് ഹബിന്റെ നേതൃത്വത്തിൽ മധുര വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. MP സിജോ, ലെനി, നിതു, അലി എന്നിവർ സംസാരിച്ചു. കലാം, കുട്ടാപ്പു, റഷീദ്, രതീഷ്, രജീഷ്, എബിൻ, സലാം, ചാൾസ്, നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്ത് 3-ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷിബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ബൽക്കീസ് ഖാലിദ് അധ്യക്ഷത വഹിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങൾ, ആശാവർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, CHM ക്ലബ് കൊഴിങ്ങര തുടങ്ങിയവരുടെ സഹകരണത്തോടുകൂടിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. റോഡരികിലുള്ള പാഴ്ചെടികൾ വെട്ടിമാറ്റിയും ഇവിടെ നിന്നും ശേഖരിച്ച ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയും ചെയ്തു. സ്കൂൾ, അങ്കണവാടി തുടങ്ങി പൊതുവിടങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. തൊഴിലുറപ്പ് മേറ്റ് സ്മിജ ഉദയൻ, ആശാവർക്കർ സുനിത ബാലൻ, CDS മുഹസിന, CHM ക്ലബ് പ്രതിനിധി അഷ്കർ കൊഴിങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീമിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വാർഡ് തലങ്ങളിൽ മഴക്കാല പ്രതിരോധ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അറിയിപ്പ്: കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലികമായി ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപക, അനധ്യാപകരെ നിയമിക്കുന്നു. LP വിഭാഗത്തിൽ LPST ജൂനിയർ അറബിക്, ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസ്, ഹിന്ദി, ഓഫീസ് വിഭാഗത്തിൽ ക്ലർക്ക്, ഓഫീസ് അറ്റൻഡർ, FTM എന്നിവരെ നിയമിക്കുന്നു. PSC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കായി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂളിൽ ഹാജരാകണമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. മറ്റൊരറിയിപ്പ്: പുന്നയൂർ തെക്കിനെയടുത്തുപടി ഗവൺമെന്റ് LP സ്കൂളിൽ 2026-27 അധ്യയന വർഷങ്ങളിൽ ഫുൾ ടൈം അറബിക് ടീച്ചറുടെ ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. അസൽ രേഖകളും പകർപ്പും ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 82 81 66 97 03 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,565 രൂപ, പവന് 1,16,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ചരമം: തയ്യൂർ എലാട്ടുപീടികയിൽ കുഞ്ഞു മുഹമ്മദിന്റെ ഭാര്യ ഖദീജ നിര്യാതയായി. 77 വയസ്സായിരുന്നു. ഖബറടക്കം ബുധനാഴ്ച രാവിലെ 8 മണിക്ക് എരുമപ്പെട്ടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. സുബൈർ, ഉമ്മർ, ഫാത്തിമ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.97% വിജയശതമാനം. വിജയശതമാനത്തിൽ മുൻ വർഷത്തേതിൽ നിന്നും നേരിയ വർധന. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. 30,563 കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും A+. ആംബുലൻസിന്റെ
ജില്ലയിലെ ബീക്കൺ ലൈറ്റിനടിയിൽ ഒളിപ്പിച്ച രാസലഹരി കടത്ത്. തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തി വാണിയമ്പാറയിൽ നിന്നും ആംബുലൻസിൽ കടത്തുകയായിരുന്ന MDMA പിടികൂടി. വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളായ ഫെയ്ത്തും സന്ദീപും സഞ്ചരിച്ചിരുന്ന ഷാരോൺ എന്ന പേരിലുള്ള ആംബുലൻസിൽ നിന്നാണ് മാരക മയക്കുമരുന്ന് പിടികൂടിയത്. തിരുവനന്തപുരത്ത് SFI KSU സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടികളിൽ പ്രതിഷേധിച്ച് SFI തൃശൂരിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലും സ്വകാര്യ ബസ്സിലും ഇടിച്ച് 3 പേർക്ക് പരിക്ക്. കാറിലെ യാത്രക്കാരും നന്നമുക്ക് സ്വദേശികളുമായ കുഞ്ഞത്ത് വീട്ടിൽ 19 വയസ്സുള്ള ശ്രീജീവ്, 65 വയസ്സുള്ള പത്മനാഭൻ എന്നിവർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർ ചാലിശ്ശേരി സ്വദേശി കുന്നത്തുവളപ്പിൽ 34 വയസ്സുള്ള ജിതിനുമാണ് അപകടത്തിൽ പരിക്കേറ്റത്. കാർ ഓടിച്ചിരുന്നയാൾ അബദ്ധത്തിൽ ബ്രേക്കിന് പകരം ആക്സിലറേറ്റർ ഉപയോഗിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.